നിറം, ജാതി ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സൂക്ഷ്മ തലങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന് നമ്മുടെ മുൻപിൽ ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ ചീഫ് സെക്രട്ടറി അടുത്ത കാലത്ത് മുൻ ചീഫ് സെക്രട്ടറി നടത്തിയ ചില തുറന്നു പറച്ചിലുകളൊക്കെ താങ്കളുടെ മുൻപിലുണ്ടല്ലോ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടി രൂപപ്പെട്ട ഒന്നാണ് നമ്മുടെ സമൂഹം എന്നുള്ള യാഥാർത്ഥ്യം. ആ ബോധത്തിലേക്ക് കൂടി നമ്മൾ പോകേണ്ടതുണ്ടോ രാഹുൽ? ഡോക്ടർ ഉന്മേഷ്, ധന്യാജിക്ക് ഒരു മറുപടിയല്ല. ധന്യാജി പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് പറയാനുള്ള 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഞാനിപ്പം ദുബായിലാണ്. ഇപ്പൊ ഇവിടെ തന്നെ പല ആൾക്കാരും ഈ വേടന്റെ വിഷയത്തിലൊക്കെ ചർച്ചയ്ക്കിരിക്കുന്ന കണ്ടിട്ട് ഒരുപാട് പേർക്ക് വേടനോട്, എനിക്ക് വേടൻ വളരെ പോപ്പുലർ ആണെന്ന് അറിയായിരുന്നു, പക്ഷേ എല്ലാ മലയാളികളുടെ ഇടയ്ക്കും ഇത്ര പോപ്പുലർ ആണെന്ന് ഞാനും റിയലൈസ് ചെയ്ത് ദുബായിലെ മലയാളികൾ പോലും വേടന്റെ കാര്യം വന്ന് സംസാരിക്കുകയും അതിന്റെ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ്. അതുകൊണ്ട് വേടന് പൂർണ്ണ പിന്തുണയുണ്ട്. വേടനും നമ്മുടെയാണ്, മോഹൻലാലും നമ്മുടെയാണ്, സുരേഷ് ഗോപി നമ്മുടെയാണ്, മുകേഷ് നായരും നമ്മുടെയാണ്. അപ്പോൾ ഇവരെ തൽക്കാലം മാറ്റി നിർത്തി സ്പ്ലിറ്റ് ചെയ്യണ്ട. ഇനി രണ്ട് ചരിത്രപരമായി നമ്മുടെ ഇടയിൽ ജാതി അടക്കമുള്ള യാഥാർത്ഥ്യങ്ങളുണ്ട്, ഇല്ലെന്ന് കള്ളം പറഞ്ഞിട്ട് എന്താ കാര്യം? വിവേകാനന്ദ സ്വാമികൾ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നിനക്കൊക്കെ വട്ടാണ്, നീ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത്. ചരിത്രപരമായി അങ്ങനെ ഇഷ്യൂസ് ഉണ്ട്. കറുത്ത തുലിയോട്, പിന്നോക്ക ജാതിക്കാരോട്. നമ്മളെ അതിൽ നിന്ന് നന്നാക്കാൻ വന്നവരാണ് മഹാത്മാഗാന്ധിയും മഹാത്മാ അയ്യങ്കാളിയും വിവേകാനന്ദ സ്വാമിയും തമിഴ്നാട്ടിൽ പെരിയോർ രാമസ്വാമി നായിക്കരും സവർണ ജാഥ നടത്തിയ വന്നത്വനാഭനും ചട്ടമ്പി സ്വാമിയും ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവനും അല്ലെങ്കിൽ തൈക്കാട് അയ്യാഗുരുവും വൈകുണ്ഠസ്വാമിയും അടക്കമുള്ളവർ. അപ്പൊ നമ്മുടെ ചരിത്രത്തിൽ ഈ ജാതീയത ഒരു ഇഷ്യൂ ആണ്. ജാതിയല്ല, സമുദായം എന്നും കാണും, പക്ഷെ ജാതീയത എന്ന് പറഞ്ഞൊരു ശ്രേണീബദ്ധമായ പ്രശ്നം നമ്മുടെ ഇടയിലുണ്ട്. അതിനെ നമ്മൾ ഇനി അതിജീവിക്കണം. നേരത്തെ മണിച്ചേട്ടന്റെ കാര്യം പറയുകയുണ്ടായി. മണിച്ചേട്ടന്റെ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ അല്ലെങ്കിൽ ശ്രീ കലാഭവൻ മണിയുടെ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ സ്ഥിരം ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. കാര്യം അദ്ദേഹത്തിന് മനോഹരമായ ഒരുപാട് രസകരമായ സോങ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുമിക്കാൻ കഴിയുന്ന ഒരുപാട് സാംസ്കാരിക ദേശീയ ബിന്ദുക്കളുണ്ട്. അതിന്റെ റിയലൈസേഷൻ ആണ്. അപ്പൊ നമ്മുടെ സന്താൾ വിഭാഗത്തിൽ നിന്നാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു ഉള്ളത്. സന്താൾ എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗം, നമ്മുടെ ഏറ്റവും പ്രിമിറ്റീവ് വിഭാഗങ്ങളിൽ ഒന്നാണ്. അപ്പം ചരിത്രത്തിന്റെ നമ്മുടെ തെറ്റുകളുടെ പേരിൽ ആരെയും മാറ്റി നിർത്തണ്ട. ഈ വേടൻ വരുമ്പോ അപ്പുറത്തൊരു മോഹൻലാലിന് ദ്വന്ദ്വം ഉണ്ടാക്കണ്ട. വേടൻ വരുമ്പോ അപ്പുറത്ത് ശ്രീ സുരേഷ് ഗോപിക്ക് ഇല്ലേ എന്നൊരു ദ്വന്ദ്വം ഉണ്ടാക്കണ്ട. വേടനും മികച്ച റാപ്പറാണ്, സുരേഷ് ഗോപി മികച്ച കലാകാരനും സാമൂഹ്യ പ്രവർത്തനവുമാണ്, ലാലേട്ടൻ നമ്മുടെ എല്ലാം, ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിന്റെ അഭിമാനമാണ്. അപ്പൊ ഇവരെ നമ്മൾ ഒരു പ്രത്യേക കള്ളിയിലാക്കി ഈ ഒരു ദ്വന്ദ്വം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യിക്കണ്ട. നാളെ ശ്രീ സുരേഷ് ഗോപിയുടെ ഈ പുലിനഹത്തിന്റെ കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണയിൽ വനം വകുപ്പ് കേസെടുത്താലും എനിക്ക് ഉറപ്പുണ്ട് ശ്രീമതി ധന്യാരാമൻ ഇതേ ശക്തിയോടെ ശ്രീ സുരേഷ് ഗോപിക്ക് വേണ്ടിയും സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരാൾ ശ്രീ വേടന് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ഈ ആനക്കൊമ്പാണെങ്കിലും പുലിനഖമാണെങ്കിലും നമുക്കൊക്കെ ആരെങ്കിലും ഗിഫ്റ്റ് തരുന്നതല്ലേ, അല്ലാതെ വേടൻ കാട്ടിപ്പോയി പുലിയോട് മല്ലിട്ട് മറ്റേ പണ്ട് ശിവാജിയും ടിപ്പു സുൽത്താനും ഒക്കെ ചെയ്യുന്ന പോലെ പുലിയെ തോപ്പിച്ചോ സിംഹത്തെ തോപ്പിച്ചോ ഒന്നും കൊണ്ടുവരുന്നതല്ലോ. ഇപ്പൊ ആമസോണിൽ ഡോക്ടർ ഉന്മേഷ് എടുത്തു നോക്കിയാൽ മതി. ആമസോണിൽ നോക്കിയാൽ 250-നും 3500 രൂപ വരെയുള്ള റേഞ്ചിൽ ഒരുപാട് ഈ പുലിനഖം അടക്കമുള്ള കാര്യങ്ങൾ അവൈലബിൾ ആണ്. അവിടെയാണ് ഒരു കാര്യം ശ്രീമതി ധന്യാരാമൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. പ്രിയദർശൻ തമ്പി സാറും അത് പറഞ്ഞു. അമ്മ ശ്രീലങ്കൻ വംശജയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഒരു പോലീസുകാരൻ പറഞ്ഞിട്ട് ഒരു ആവശ്യമില്ല. ഞാനും വളരെ സർപ്രൈസ്ഡായി, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അമ്മ ശ്രീലങ്കൻ വംശജയും ഇതും തമ്മിൽ എന്താണ് ബന്ധം? അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും പറയരുത്. നമ്മൾ എല്ലാം ഇന്ത്യക്കാരാണ്. അംബേദ്കർജി തന്നെ പറയുന്നുണ്ട്, വി ആർ ഫസ്റ്റ്ലി ഇന്ത്യൻസ്. നമ്മൾ ആദ്യം ഇന്ത്യക്കാരാണ്. നമുക്ക് നമ്മുടേതായ സ്വത്വമുണ്ട്, ജാതിയുണ്ട്, മതമുണ്ട്, പ്രദേശമുണ്ട്, വിഭാഗമുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യക്കാരായി നിന്ന് ചിന്തിക്കണം. ആ ഇന്ത്യക്കാരെന്ന രീതിയിൽ വേടന് അനീതി നേരിട്ടപ്പോ അങ്ങ് ഡോക്ടർ ഉന്മേഷ് ശ്രദ്ധിച്ചു കാണും, 99% പേർ, 1% എല്ലാത്തിലും കാണുമല്ലോ, 99% കേരളവും വേടനെയാണ് സപ്പോർട്ട് ചെയ്തത്. വേടന് കൂർലോസ് തിരുമേനി അടക്കമുള്ള വളരെ ആദരണീയനായ ക്രിസ്ത്യൻ സഭയുടെ പിതാവാണ്. മാർ കൂർലോസ് തിരുമേനി അടക്കം അതിശക്തമായി വന്നു, ബ്രിട്ടാസാർ അടക്കമുള്ളവർ വന്നു. തീർച്ചയായും രാഹുൽ, പക്ഷേ രാഹുൽ, ആ പിന്തുണ എങ്ങനെ രൂപപ്പെട്ടു എന്നത് ചോദ്യമല്ലേ? കാരണം ഈ നിയമം ഒരേ രീതിയിലല്ല എല്ലാവരിലും പ്രവർത്തിച്ചത് എന്നുള്ള ബോധ്യം കൂടിയാണല്ലോ പിന്തുണയ്ക്ക് പിന്നിലുണ്ടായത് രാഹുൽ. അവിടെയാണ് പ്രിയദർശൻ നമ്പി സാറ് പറഞ്ഞതുപോലെ നമുക്ക് വനം വകുപ്പിനോടും കൂടി, ഇന്നലെ വനംവകുപ്പിന്റെ ഒരാളോട് ഞാൻ ചർച്ചയ്ക്കിരുന്നത്, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഈ മറ്റേ ഡ്രഗ്സിന്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും യോജിപ്പുണ്ട്, എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരണം. ഒരു പുലിനഖം കിടന്നു എന്ന് പറഞ്ഞാൽ താക്കീതോ ശാസനയോ ഒക്കെ ഉണ്ട്. എനിക്ക് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. ഇന്ത്യ സൈറ്റ്സ് എന്ന് പറഞ്ഞൊരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്, അന്താരാഷ്ട്ര കരാറിൽ. അപ്പൊ ഈ പുലി, സിംഹം, ആന, കടുവ അടക്കമുള്ളവരുടെ ശരീര അവയവങ്ങളുടെ അല്ലെങ്കിൽ ശരീരത്തിന്റെ കാര്യങ്ങൾ ഉപയോഗിക്കണമെന്നൊക്കെ ഉണ്ട്. ഇതൊന്നും സാധാരണക്കാർക്ക് അറിയില്ലല്ലോ. ഞാനൊരു പരിപാടിക്ക് പോകുമ്പോൾ ഒരാൾ പുലിനഖം തന്നു അല്ലെങ്കിൽ ആനക്കൊമ്പ് തന്നു എന്ന് പറഞ്ഞാൽ നമ്മളത് വീട്ടിൽ കൊണ്ടുവെക്കും, അല്ലാതെ വഴി കളഞ്ഞിട്ട് വരാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ബോധവൽക്കരണമാണ് വനം വകുപ്പ് നടത്തേണ്ടത്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അകാരണമായ തിടുക്കമുണ്ടെന്ന് ധന്യാജി പറഞ്ഞതിന്റെ വിമർശനം വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ പൊതുസമൂഹം എടുക്കണം. അത് പാടില്ല. അത് നമ്മുടെ സ്റ്റേറ്റിനെ ദുർബലപ്പെടുത്തും, നമ്മുടെ ഏജൻസികളെ ദുർബലപ്പെടുത്തും. അപ്പം വേടനെതിരെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് തെളിയിക്കേണ്ട സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ലീഗൽ അല്ല, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വനം വകുപ്പിന് തന്നെയാണ്. ഇനിയും ഇത്തരം കേസുകളിൽ തമ്പിസാർ നേരത്തെ പറഞ്ഞ അവധാനത
കൃത്യത, സൂക്ഷ്മത, അതിനുള്ള പാകത തുടങ്ങിയ കാര്യങ്ങൾ ഗൗരവമായി തന്നെ അവർ ചിന്തിക്കണം. അത്തരത്തിൽ എടുത്തു ചാടി ഒരു നടപടിയിലേക്ക് പോകരുത്. എന്നാൽ വേടനും നേരത്തെ ഖാലിദ്, ഞാൻ ഇനി ഒരു ആലങ്കാരികമായി പറയുകയാണ്, കേരള സമൂഹത്തിന്റെ ഒരു മതസൗഹാർദ്ദം അല്ലെങ്കിൽ മതേതര സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖാലിദ് റഹ്മാനും ശ്രീനാഥ് ഭാസിയും ഷൈൻ ചാക്കോയും വേടനും ഇവരെല്ലാം ഈ രീതിയിൽ മറ്റേ ദൗർഭാഗ്യവശാൽ ഈ ഡ്രഗ്സ് കേസിൽ ഏർപ്പെട്ടു. അപ്പൊ നമുക്ക് കുറെ കോമൺ പ്രശ്നങ്ങളുണ്ട്. ഡ്രഗ്സ് നമ്മുടെ ശത്രുവാണ്, പക്ഷെ അതിൽ പെട്ടുപോകുന്നവർ തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ വനം വകുപ്പിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നിയമം ഉണ്ടെങ്കിൽ നമ്മൾ നിയമം അനുസരിക്കണം. പക്ഷേ അതിൻ്റെ ഒരു ബോധവൽക്കരണമാണ് വേണ്ടത്. ജയിലിൽ ഇടുക, ഒരു കേസ് ജാമ്യം കിട്ടുമ്പോൾ പുറകെ പോയി അടുത്ത കേസ് കൊണ്ടുപോവുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യരുത്. എന്തായാലും വേടൻ ഇതിൽ നിന്ന് കൂടുതൽ ശക്തിയുക്തം ഉയർന്ന് തിരിച്ചു വരട്ടെ. വേടന് കുറെ കൂടെ മെച്ചമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ മെച്ചമായ രീതിയിൽ, പോസിറ്റീവായ രീതിയിൽ, കൂടുതൽ പോസിറ്റീവായി, കൂടുതൽ പ്രാഗൽഭ്യത്തോടെ ഇടപെടാൻ കഴിയും.